അമ്മ ഇലക്ഷന് ജയിച്ചു. പിന്നെ മേയറിൻ്റെ പേര് കേട്ടപ്പോൾ ആ പേര് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഇങ്ങനെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താണ് ഇതെന്ന്. പിന്നെ ആയെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം, വളരെ സന്തോഷം. എല്ലാവരും ഹാപ്പിയാണ്. ഞാൻ ബാംഗ്ലൂരാണ്. അവിടെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. അറിഞ്ഞു തുടങ്ങുമ്പോൾ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, സന്തോഷമുള്ളതാണ്. പിന്നെ നമുക്ക് ഭാരം കൂടും. കുടുംബത്തിലൊരാളെ പിന്നെയും കിട്ടുന്നില്ലല്ലോ. ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി നമ്മളെ വീട്ടുകാര്യം നമ്മൾ നോക്കേണ്ടി വരും. VK മിനിമോൾ മീഡിയ വണിനൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി മിനിമോൾ ആരാണെന്നൊന്ന്. ഞാനൊരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകയാണ്. 2010 ആദ്യമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സീറ്റിലാണ് ഞാൻ മാമംഗലത്ത് LDFിൻ്റെ ഒരു കുത്തക സീറ്റായിരുന്ന ഒരു മാമംഗലത്താണ് എനിക്ക് ആദ്യമായിട്ട് പാർട്ടി ഒരു അവസരം തരുന്നത് പാർലമെൻ്ററി രംഗത്തേക്ക്. അവിടെ വിജയിച്ച് വരുവാനായിട്ട് സാധിച്ചതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തുടക്കമെന്ന് പറയുന്നത്. തീർച്ചയായും അതിന് ശേഷം 2015-ലും 2020-ലും 2015 വേറൊരു ഡിവിഷനിൽ നിന്ന് വരുന്നു. അത് 2 ടേമായിട്ട് CPIയുടെ കയ്യിലിരുന്ന ഡിവിഷനാണ്. അത് നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. വീണ്ടും മാമംഗലത്ത് വന്നു. തീർച്ചയായും മാമംഗലത്ത് ഒരു ടേം പൂർത്തീകരിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് അവിടെയും ജയിച്ചത്. ഇപ്രാവശ്യം വീണ്ടും ഒരു ജനറൽ സീറ്റായിരുന്ന മാമംഗലത്ത് തന്നെ മത്സരിക്കാനാണ് പാർട്ടി ആവശ്യപ്പെട്ടത്. അത് അതേപോലെ തന്നെ ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിലും ഒരു മാതാവിൻ്റെ അനുഗ്രഹം, എല്ലാവരുടെയും പ്രാർത്ഥന, അത് വിജയിച്ചു വരാനായിട്ട് സാധിച്ചു. ഈ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് മാറി ഇനി പുതിയ നിയോഗമാണ്. കൊച്ചിയുടെ മേയർഷിപ്പിലേക്ക് വരികയാണ്. ആദ്യം പരിഗണനയിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അതായത് ഞാൻ 2010-ലാണ് ആദ്യം മത്സരിക്കുന്നതെങ്കിലും അതിന് മുമ്പേ തന്നെ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. മഹിളാ കോൺഗ്രസിൽ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ പ്രസിഡൻറ്റ് ജബി മേത്തറോടൊപ്പം സഞ്ചരിക്കുവാനും മറ്റ് പ്രശ്നങ്ങളൊക്കെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ 15 വർഷമായിട്ടുള്ള ജനങ്ങളോടൊപ്പമുള്ളൊരു പ്രവർത്തന എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സമഗ്രമായ മാറ്റം കൊച്ചിയിലുണ്ടാകണമെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അത്തരമുള്ളൊരു പ്രവർത്തനം ഇതായിരിക്കും നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനിയിപ്പം ഏറ്റെടുത്തതിന് ശേഷം പുതിയ നിയമങ്ങളൊക്കെ വരുമ്പം ആദ്യത്തെ പ്രധാനപ്പെട്ട പരിഹരിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ വെള്ളക്കെട്ടാണ് കൊച്ചിയിലെ ഏറ്റവും വലിയ വിഷയം. സാധാരണക്കാർ എപ്പോഴും ആവശ്യപ്പെടുന്നത് അവർ പെട്ടെന്ന് കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഇരച്ചെത്തുന്ന വെള്ളം, മലിനജലം അവരുടെ വീടുകളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വെള്ളക്കെട്ടിൻ്റെ കുറേ മുൻ കൗൺസിലുകളൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് പ്രയോറിറ്റി. പിന്നെ മാലിന്യ സംസ്കരണം അതും കൃത്യമായി നടത്താൻ സാധിച്ചാൽ, ഈ 2 വിഷയങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ കൊച്ചിക്കൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല പേരുകൾ ഉയർന്നു വന്നാണ് അവസാനം നേതൃത്വം മിനിമോളുടെ പേര് പ്രഥമ പരിഗണനയിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റു വിഷയങ്ങളൊക്കെ തീർന്നു. എല്ലാ വിഷയങ്ങളും കോൺഗ്രസ്സിൽ എല്ലാവരും ഒന്നാണ്. എല്ലാ ലീഡർഷിപ്പും ചർച്ച ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ പേര് ഉയർന്നു വന്നിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും ഇത് അംഗീകരിക്കുന്നു. ടീം UDF ആയിട്ട് മുന്നോട്ട് പോകും. ഈ രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഭർത്താവുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്, എങ്ങനെയാണ് വീട്ടിലേക്ക് കാര്യം? 2010 മുതൽ ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകയാണ്. 2010-ലല്ല, അതിന് മുമ്പ് തുടങ്ങി. 98-ലാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. അതായത് യൂത്ത് കോൺഗ്രസ്സിലൂടെ മഹിളാ കോൺഗ്രസ്സിലൂടെ കടന്നു വന്ന ഒരു പാരമ്പര്യമാണ് എനിക്ക്. അപ്പോൾ അന്ന് മുതൽ തന്നെ കുടുംബം എൻ്റെ ഒപ്പം നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഇപ്പോൾ ദിവസങ്ങളോളം ഞങ്ങൾ മഹിളാ സാഹസ് യാത്രയുമായി ബന്ധപ്പെട്ട് പല ജില്ലകളിലും സഞ്ചരിച്ചപ്പോഴൊക്കെ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് ഏതൊരു വനിതാ പ്രവർത്തകർക്ക് മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാവർക്കും കുടുംബം സപ്പോർട്ട് ചെയ്തൊപ്പം നിന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ദൈവകൃപയാൽ എൻ്റെ കുടുംബം ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിൽക്കുകയാണ്. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും. ഇത് ഹസ്ബൻഡാണ് ജോയ്, ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് നിൽക്കുന്നു. ഇത് അമ്മയാണ് എൽസി. അമ്മ ആണ് എൻ്റെ ശക്തി. കാരണം ഞാനിങ്ങനെ വീട് വിട്ടൊക്കെ പോകുമ്പോഴൊക്കെ അമ്മയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത്. ഇതെൻ്റെ ഒരു സഹോദരനാണ്. ഞങ്ങൾ 2 മക്കളാണ്. സഹോദരൻ സുനിൽ. ഇത് 2 മക്കളാണ് എനിക്കുള്ളത്. മൂത്ത ആളാണ് അർച്ചന മെഡിസിൻ 5ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇത് അനുപമ ഇപ്പോൾ BCom ACCA 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇത് എൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങളയാണ്. ഞങ്ങൾ വർഗീസ്
ഞങ്ങളെല്ലാവരും ഫുൾ ഫാമിലി ഇന്ന് എല്ലാവരും എത്തിച്ചത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അമ്മ എങ്ങനെ എന്ത് തോന്നുന്നു ഈ ഘട്ടത്തിൽ? സന്തോഷം, വളരെ സന്തോഷം. മക്കളൊക്കെ സന്തോഷം. അവിടെയൊക്കെ ഭയങ്കര താരമായിട്ടുണ്ടാവും ഒക്കെ. അങ്ങനെയല്ല, എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അമ്മ ഇലക്ഷന് ജയിച്ചു, പിന്നെ മേയറിൻ്റെ പേര് കേട്ടപ്പോൾ ആ പേര് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഇങ്ങനെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താണ് ഇതെന്ന്. പിന്നെ ആയെന്നറിഞ്ഞപ്പോൾ സന്തോഷം, വളരെ സന്തോഷം. എല്ലാവരും ഹാപ്പിയാണ്. ഞാൻ ബാംഗ്ലൂരാണ്. അവിടെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല, അറിഞ്ഞു തുടങ്ങിയപ്പോൾ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, സന്തോഷമുള്ളതാണ്. പിന്നെ നമുക്ക് ഭാരം കൂടും, കുടുംബത്തിലൊരാളെ പിന്നെയും കിട്ടുന്നില്ലല്ലോ. ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി നമ്മളെ വീട്ടുകാര്യം നമ്മൾ നോക്കേണ്ടി വരും. അതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്, എങ്കിലും വളരെ സന്തോഷമാണ്. എന്തായാലും ഈ സന്തോഷ മുഹൂർത്തത്തിൽ വളരെ തിരക്കേറിയ സമയമാണ്, എങ്കിലും അവർ അല്പസമയം മീഡിയ വണ്ണുമായി അവരുടെ കുടുംബവിശേഷങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളുമൊക്കെ പങ്കുവെക്കുകയായിരുന്നു. ക്യാമറ പേഴ്സൺ അഭിശങ്കറിനൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ വൺ, കൊച്ചി.